ലോക തൊഴിലാളി ദിനത്തിൽ 43 ദിവസം പിന്നിട്ട് ആശാ വർക്കർമാരുടെ നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. എന്നാൽ 81 ദിവസം പിന്നിട്ട് അനിശ്ചിതകാല രാപ്പകൽ സമരം തുടരും. ജൂൺ 5 മുതൽ ആരംഭിക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ ഭാഗമായാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫും കർമ്മവും നിർവഹിച്ചു. 81 ദിവസം പിന്നിട്ട അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ നിരാഹാര സമരമാണ് ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 43 ദിവസമായാണ് ആശാ വർക്കർമാർ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത്. ഈ തൊഴിലാളി ദിനത്തിൽ നിർണായകമായ മറ്റൊരു തീരുമാനത്തിൽ കൂടി, ഒരു പ്രതിഷേധത്തിലേക്ക് ആശാ വർക്കർമാർ കടന്നിരിക്കുകയാണ്. അതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കൂടി ഇന്ന് ഈ സമരപന്തലിന് മുന്നിൽ നിറവേറപ്പെട്ടു. മെയ് 5 തീയതി മുതൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് രാപ്പകൽ സമരയാത്ര നടത്താനാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 5 തീയതി തുടങ്ങുന്ന യാത്ര അടുത്ത മാസം ജൂൺ 17 തീയതി ആയിരിക്കും തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത്. അതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഗാന്ധിയനായിട്ടുള്ള ഡോക്ടർ എം പി മുത്തായിയാണ് ഇവിടെ നിർവഹിച്ചത്. പിന്മാറൂല മന്ത്രി വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ കടന്നു കഴിയുമ്പോഴേക്ക് പിന്മാറുകൾ ഞങ്ങളുടെ അവകാശം കിട്ടുന്നതുവരെ ഞങ്ങളിവിടെ സമരം. എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും പോയി ജനങ്ങളെ കണ്ട് നേരിട്ട് ഈ ഭരണാധികാരികളടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങി നമ്മളെ വിഷമമെല്ലാം പറഞ്ഞ് ഞങ്ങളത് നേടിയെടുക്കും. ഞങ്ങൾക്ക് പ്രത്യാശ, ഒരു പ്രതീക്ഷയുടെ സമരമാണ് ഞങ്ങൾ 5 തീയതി നയിക്കുന്ന ഈ രാപ്പകൽ സമരം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ ജില്ലകളിലും പോയി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ജനങ്ങളെ അറിയിക്കുക, പൊതുജനങ്ങളെ തങ്ങളോടൊപ്പം കൂട്ടുക എന്നുള്ള ഒരു സമര ലക്ഷ്യവുമായാണ് ആശാ വർക്കർമാർ ഈ ഒരു യാത്ര നടത്തുന്നത്. എന്തായാലും 5 തീയതി മുതൽ ആരംഭിക്കുന്ന ഈ ഒരു സമരത്തിലാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അനുപമസിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.